ദേവസ്വം മുൻ കമ്മീഷണറും അതുപോലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമായ എൻ വാസു എത്തിയിട്ടുണ്ട്. ശ്രീ വാസു, സ്വാഗതം, ചർച്ചയിലേക്ക് സ്വാഗതം. നോക്കൂ, കോടതിയുടെ കണ്ടെത്തൽ ഈ ദ്വാരപാലക ശില്പം അത് വിറ്റു എന്നാണ് കോടതിയുടെ നിരീക്ഷണം. അതാണ്. അപ്പോൾ എത്രത്തോളം ഗുരുതരമായിട്ട് ഇതിനെ എടുക്കേണ്ടതുണ്ട്? മാത്രമല്ല, ഇന്നലെ സസ്പെൻഷനിലായ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് എനിക്കൊന്നും അറിയില്ല എന്നുള്ള രീതിയിലാണ്. കാരണം ഞാൻ താഴെ കിടക്കുന്ന ഒരു എക്സിക്യൂട്ടീവ് ഓഫീസറാണ്, അതിന് മുകളിൽ പല ഉദ്യോഗസ്ഥന്മാരും ഉണ്ട്. അപ്പോൾ അവരൊക്കെ അറിഞ്ഞ് എന്തെങ്കിലുമൊക്കെ നടക്കുള്ളൂ. അതുകൊണ്ട് ഉത്തരവാദിത്തം അല്ലെങ്കിൽ ഈ വീഴ്ച എന്നിൽ മാത്രം അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ല എന്ന രീതിയിലാണ് മുരാരി ബാബു മാധ്യമങ്ങളോട് പറഞ്ഞത്. ശ്രീ എൻ വാസു, താങ്കൾ അവിടെ ദേവസ്വം കമ്മീഷണറായിട്ട് ഇരുന്നിട്ടുണ്ട്, അതുപോലെ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് കൂടിയായിരുന്നു. ശബരിമലയിൽ ഇപ്പോൾ ഈ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. അക്ഷരാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? താങ്കൾ ഈ ഒരു വേദി അത് എല്ലാം തുറന്നു പറയാനുള്ള വേദിയാക്കി മാറ്റണമെന്നുകൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. അത് പ്രധാനമായിട്ട് ഗൗരവമുള്ളതെന്ന് പറയാൻ ശബരിമലയെ സംബന്ധിച്ചാണ്. ശബരിമലയെന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രാധാന്യം ഞാൻ പറയേണ്ടതില്ല, നമുക്കെല്ലാം അറിയാം. നമ്മുടെ ഒരു അഭിമാന ക്ഷേത്രമാണ്. ലക്ഷോപലക്ഷം തീർത്ഥാടകർ വന്നു പോകുന്ന ക്ഷേത്രമാണ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങൾ, ആരോപണങ്ങൾ ഗൗരവമായിട്ട് തന്നെ എടുക്കണം. ഇതിൽ പ്രിയപ്പെട്ട ശ്രീ അനിൽ നമ്പ്യാർ സൂചിപ്പിച്ചതുപോലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഈ വിഷയം എത്തി. ഏതാണ്ട് ഒരു മാസം മുമ്പ് ഈ വിഷയം ഈ ആരോപണം, ഈ വിവാദമൊക്കെ വരുന്നത് തന്നെ ഒരു മാസം കഷ്ടിച്ച് ഒന്നരയോ മാസത്തിനിടയ്ക്കാണ് ഈ പ്രശ്നമെല്ലാം വരുന്നത്. ഇത്തരം കാര്യങ്ങൾ അത് അന്ന് 2019 അവിടെ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. അതൊരു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരു സ്പോൺസറുടെ ഭാഗത്തു നിന്ന് കുഴപ്പങ്ങളുണ്ടായിട്ടുണ്ട് എന്നൊക്കെയുള്ള ആരോപണം വരുന്നത് ഇപ്പോൾ കഷ്ടിച്ചൊരു ഒന്നരയോ മാസമാകുന്നുള്ളൂ. ഇത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി വളരെ ഗൗരവമായിട്ട് തന്നെ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിൽ ഈ വിഷയമെത്തി ഒരു പ്രിലിമിനറി ഓർഡർ എന്നുള്ള രീതിയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി കഴിഞ്ഞ ദിവസം എടുത്തു. ഇതിലെ ബന്ധപ്പെട്ട കക്ഷികളെ ആരെയും കേട്ടതിന് ശേഷം ഉള്ള ഒരു ഉത്തരവല്ല. അതുകൊണ്ട് തന്നെ അതിനൊരു ഫൈൻഡിങ് എന്ന് പറയാൻ കഴിയുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. കോടതിയുടെ ഫൈൻഡിങ് അല്ലെങ്കിൽ പോലും കോടതിയുടെ നിരീക്ഷണങ്ങൾ വളരെ ഗൗരവമായിട്ട് തന്നെ എടുക്കണം എന്നുള്ളതാണ് ഒരു അഭിഭാഷകൻ കൂടിയായ എൻ്റെ അഭിപ്രായം. അപ്പോൾ ആ പ്രശ്നങ്ങളിലെ വളരെ ഗൗരവത്തോട് വീക്ഷിക്കുക. അതിലെ എൻ്റെ അറിവിൽപ്പെട്ട കാര്യങ്ങൾ അനിൽ നമ്പ്യാർ സൂചിപ്പിച്ച പോലെ പറയാൻ ഞാൻ തയ്യാറാണ്. എനിക്ക് ഇതിൽ ഒന്നും മറച്ചു വെക്കേണ്ടതില്ല, ആരെയും സംരക്ഷിക്കേണ്ടതില്ല, ഒന്നും കവർ ചെയ്യേണ്ടതില്ല. അപ്പോൾ എൻ്റെ അറിവിൽപ്പെട്ടതെന്ന് പറയുമ്പോൾ ഞാൻ ഉത്തരവാദിത്വ സ്ഥാനങ്ങൾ വഹിച്ചിരുന്ന സമയത്ത് ഉള്ള കാര്യങ്ങൾ എനിക്കറിയാൻ കഴിയും. എല്ലാ കാര്യങ്ങളും എനിക്കറിയണമെന്നില്ല. വിശേഷിച്ചും ഈ ആഭരണങ്ങൾ, തിരുവാഭരണങ്ങളുമായി ബന്ധപ്പെട്ട ഞാനൊന്ന് പറഞ്ഞോളൂ. ഇന്റർപ്രഷൻ ഇടയ്ക്ക് തടസ്സം വരുന്നു. ഈ തിരുവാഭരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഒരു പ്രത്യേക വിങ് ദേവസ്വം ബോർഡിലുണ്ട്. അല്ല, എനിക്ക് പറയാമോ? പറഞ്ഞോളൂ. അല്ല, അദ്ദേഹം ഈ സൂമിൽ ജോയിൻ ചെയ്യുന്നുണ്ട്, അതിന്റെ ഡിസ്റ്റർബൻസ് ആണ് എനിക്ക് അനുഭവപ്പെട്ടത്. തുടരാം. അതിന് അതെ അത് കുഴപ്പമില്ല. അതെ ഈ ഞാനിപ്പോൾ കണ്ടപ്പോഴാണ് ഭാഗ്യവശാൽ നമുക്ക് ഈ നമ്മുടെ മുൻ ദേവസ്വം ബോർഡ് മെമ്പർ ശ്രീ അജയ് തെറയിലൂടെ ഉണ്ട്, ദേവസ്വം കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് അറിയാവുന്ന RV ബാബു ഉണ്ട്, ഇവരെല്ലാം ഉണ്ട്. അപ്പോൾ എനിക്ക് അതിനെപ്പറ്റി വിശദീകരിക്കേണ്ട കാര്യമില്ല. ശബരിമലയിൽ ഈ പ്രശ്നം വളരെ ഗൗരവതരമാണ്. സ്പോൺസർമാരെന്ന് പറയുമ്പം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യമോടെ വരുന്ന സ്പോൺസറല്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി എൻ്റെ അറിവിൽ കുറേ കാലമായിട്ട് അവിടെ ഈ വലിയ സ്പോൺസറൊന്നുമല്ല, ചെറിയ സ്പോൺസർഷിപ്പുകളൊക്കെ ചെയ്ത് അവിടെ നടക്കുന്ന ആളാണ്. അയാളെപ്പറ്റി എന്നാണ് ആരോപണം വരുന്നത്? നമ്മുടെ മാധ്യമത്തിലായാലും ശബരിമലയിലെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് ഉദ്യോഗസ്ഥന്മാർക്കായാലും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് ഭാരവാഹികൾക്കായാലും ഒരു ആക്ഷേപം ശ്രദ്ധയിൽപ്പെടുന്നത് ഇപ്പോൾ മാത്രമാണ്. ഈ കഴിഞ്ഞ ഒരു 1.5 മാസത്തിനകത്താണ് ഈ ആക്ഷേപം വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഒരു മുഖ്യ കഥാപാത്രം എന്നുള്ള നിലയിൽ ഇതിൽ വന്ന് അവിടെ ചില ക്രമക്കേടുകളൊക്കെ
നടന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഗൗരവം 100% ഉൾക്കൊള്ളുന്നു. അതിൻ്റെ ഗൗരവം അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഏർപ്പെടുത്തിയ അന്വേഷണത്തോട് നമ്മളെല്ലാം പൂർണ്ണമായി സഹകരിച്ച് അല്ല ശ്രീ എൻ വാസു, ദേവസ്വം ബോർഡ് അറിയാതെയാണോ ഈ അപഹരണം നടന്നത്? ഇപ്പോൾ ദേവസ്വം ബോർഡിന് ഇതിൽ യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. വലിയ കവർച്ചയാണ് നടന്നിരിക്കുന്നത്. കവർച്ച മാത്രമല്ല, ഈ ദ്വാരപാലക വിഗ്രഹങ്ങൾ, അതിൻ്റെ സ്വർണ്ണപ്പാളിയൊക്കെ, അത് യഥാർത്ഥ ദ്വാരപാലക വിഗ്രഹങ്ങൾ അത് പുറത്തു കൊണ്ടുപോയി വിറ്റു എന്നാണ് പറയുന്നത്. അപ്പോൾ നോക്കൂ, ദേവസ്വം ബോർഡ് അറിയാതെ ഇതൊക്കെ നടക്കുന്നു താങ്കൾ കരുതുന്നുണ്ടോ? താങ്കൾ ദേവസ്വം ബോർഡിൻ്റെ തലപ്പത്തിരുന്ന ആളാണ്, ദേവസ്വം കമ്മീഷണറായിട്ട് സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ്. അപ്പോൾ വെറും ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇതെല്ലാം ഒരു സുപ്രഭാതത്തിൽ അടിച്ചുകൊണ്ട് പോകാൻ പറ്റുമോ? മാത്രമല്ല, എത്ര നിരുത്തരവാദിത്തപരമായിട്ടാണ് അവിടെ നിന്ന് കൊണ്ടുപോയത്. ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ബാഗിലോ ചാക്കിലോ മറ്റോ ആണ് കൊണ്ടുപോകുന്നത് പമ്പ വരെ. ഇത്രയും കോടികൾ വിലമതിക്കുന്ന ദ്വാരപാലക വിഗ്രഹങ്ങൾ, അതിന് ഇദ്ദേഹത്തിൻ്റെ കൂടെ പോകാൻ സത്യത്തിൽ പോലീസിൻ്റെ അകമ്പടിയോടെയൊക്കെ കൊണ്ടുപോകേണ്ടതാണ്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അടക്കം വല്ലവരും അടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അതൊന്നും ആ ഗൗരവം മനസ്സിലാക്കാതെ ദേവസ്വം ബോർഡ് ലാഘവത്തോടെ ഇത് കൈകാര്യം ചെയ്തു എന്നതല്ലേ വസ്തുത. അപ്പോൾ നോക്കൂ, ദേവസ്വം ബോർഡ് എന്തൊക്കെയോ മറച്ചു വെക്കുന്നില്ലേ? ബോർഡ് അറിയാതെ, ബോർഡിൻ്റെ തലപ്പത്തിരിക്കുന്നവരെ അറിയാതെ ഇങ്ങനെയൊരു കവർച്ച നടക്കുമോ? ഇങ്ങനെയൊരു തൂക്കി വിൽപ്പന നടക്കുമോ? ഞാൻ എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം ഉള്ള കാര്യങ്ങൾ ഞാൻ പറയാം. എൻ്റെ ടെനുവർ, ഞാൻ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായത് 2019 നവംബർ 15-നാണ്. അതിനു മുമ്പ് ദേവസ്വം കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് 2019 മാർച്ച് ആദ്യം ഒഴിയുകയും ചെയ്തു. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ നടക്കുന്നത് ഇതിൻ്റെ ഇടയ്ക്കുള്ള സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ വിശദാംശങ്ങൾ എനിക്ക് പറയാൻ കഴിയില്ല. കിട്ടുന്നിടത്തോളം ഉള്ള റിപ്പോർട്ടുകൾ വെച്ച് ചില നടപടി പെശകുകൾ അവിടെ ഉണ്ടായിട്ടുണ്ട്, പ്രൊസീജിയർ റെഗുലാരിറ്റീസ്. അപ്പോൾ അതിൽ തന്നെ ഈ ശ്രീ അനിൽ നമ്പ്യാർ പറഞ്ഞ പോലെ ഇതിന് ചില ഗൈഡ് ലൈൻസ് ഉണ്ട്. ശബരിമലയിലെ ഇത്തരം മുതലുകൾ എങ്ങനെ കൈകാര്യം ചെയ്യണം, ഇതിൻ്റെ റിപ്പയർ എങ്ങനെ കൈകാര്യം ചെയ്യണം, ഇതെങ്ങനെ കൊണ്ടുപോവുകയാണെങ്കിൽ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതിനെപ്പറ്റി വളരെ കൃത്യമായി ബോർഡിലെ ഉത്തരവുകളുണ്ട്. അതോടൊപ്പം തന്നെ ദേവസ്വം മാനുവൽ എന്ന് പറയുന്ന വളരെ വിലപ്പെട്ട, വളരെ പ്രധാനപ്പെട്ട ഒരു പബ്ലിക്കേഷനുമുണ്ട്. ഇതനുസരിച്ച് വേണം നടക്കാൻ. അപ്പോൾ ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് അതിലൊക്കെ വയലേഷൻ പലതും ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ അതിനെപ്പറ്റി ഞാനിപ്പോൾ ഒരു വിധി എഴുതി അതല്ലെങ്കിൽ കൺക്ലൂഡ് ചെയ്ത് അത് ഇന്ന വയലേഷൻ നടന്നിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് പറയാൻ കഴിയില്ല. അത് അന്വേഷണത്തിലൂടെ വെളിവായി വരേണ്ടതാണ്. അന്വേഷണം ആരംഭിച്ചിട്ടില്ല, ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചിട്ടില്ല. ഇതുവരെ ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ച് ഇത് കൃത്യമായി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ഇത്തരത്തിലുള്ള, ഇപ്പം അങ്ങ് ചോദിച്ചു ദേവസ്വം ബോർഡ് അറിയാതെ, ദേവസ്വം ബോർഡ് ഭാരവാഹികൾ അറിയാതെ ഇതൊക്കെ നടക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് ഒറ്റയടിക്ക് ഉത്തരവ് പറയാൻ കഴിയില്ല. എനിക്കിപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ ഒരവസ്ഥ വെച്ച് എനിക്ക് ദേവസ്വം ബോർഡ് അറിഞ്ഞിട്ടാണ് അല്ലെങ്കിൽ ഇന്ന ആളുകൾ അറിഞ്ഞിട്ടാണ് ഇതൊക്കെ നടത്തിയത് എന്നുള്ളത് എനിക്ക് പറയാൻ കഴിയില്ല. ചില നിഗമനങ്ങളിലെത്താം, ചില സാധ്യതകളിലെത്താം. അതല്ലാതെ ഒരു കൺക്ലൂഷനിൽ ഞാനിപ്പോൾ എത്തുന്നത് ശരിയായിരിക്കില്ല. കാരണം ഇതിൻ്റെ അന്വേഷണം ദാറ്റ് ഈസ് ഓൺ ദ വേ, അന്വേഷണം നടക്കുകയാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഗൗരവം നോക്കൂ, കീഴ്ശാന്തിക്കാരൻ്റെ സഹായിയായിട്ട് വന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി പിന്നീട് ശബരിമലയിലെ എല്ലാവരുടെയും പ്രിയങ്കരനായിട്ട് മാറുന്നു. പ്രത്യേകിച്ച് ദേവസ്വം ബോർഡിൻ്റെ മറ്റു ജീവനക്കാരുടെയൊക്കെ പ്രിയങ്കരനായി മാറുകയാണ്. കീഴ്ശാന്തിയുടെ സഹായിയായിട്ട് വന്നൊരു വ്യക്തിയാണ്. ഇപ്പം നോക്കൂ, ഇത്തരത്തിലൊരാൾ സ്പോൺസർഷിപ്പുമായിട്ടൊക്കെ വരുമ്പോൾ അവരുടെയൊക്കെ പശ്ചാത്തലം അന്വേഷിക്കേണ്ടതല്ലേ? ഇയാൾ എവിടെ നിന്നുള്ള ആളാണ്, എന്താണ് ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട്, എന്താണ് ഇയാളുടെ വരുമാനം, ഇയാൾ ഏതെങ്കിലും കേസിൽ പെട്ട ആളാണോ, വല്ല തട്ടിപ്പും തരികിടയും നടത്തിയ ആളാണോ? ഇതൊക്കെ പരിശോധിക്കാനല്ലേ വിജിലൻസ് സംവിധാനം ഉള്ളത്. ദേവസ്വം ബോർഡിന് പ്രത്യേക വിജിലൻസ് സംവിധാനം ഉണ്ടല്ലോ. അപ്പോൾ നോക്കൂ, ആര് വന്നു കഴിഞ്ഞാൽ, പണവുമായിട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങളിതാ വാങ്ങാൻ തയ്യാറാണ്, ഇരു കൈയും നീട്ടി ഞങ്ങൾ സ്വീകരിക്കും, അങ്ങനെ ഒരു സമീപനം സ്വീകരിച്ചതിൻ്റെ ദുരന്തം കൂടിയല്ലേ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആർക്കും കയറി മേയാവുന്ന ഒരു ഇടമായിട്ട് ശബരിമലയെ
മാറ്റിയത് ദേവസ്വം ബോർഡ് തന്നെയല്ലേ? താങ്കൾ ദേവസ്വം കമ്മീഷണറായിട്ട് ഇരുന്നിട്ടുണ്ട്. നേരത്തെ ആർ വി ബാബു ചൂണ്ടിക്കാണിച്ചത് ശബരിമലയിൽ ഈ ഒരു സംഭവം മാത്രമല്ല, എല്ലാ കാലത്തും അഴിമതി നടന്നിട്ടുണ്ട്. അത് ദേവസ്വം ബോർഡിൻ്റെ അറിവോടെയാണ്. ദേവസ്വം ബോർഡിൻ്റെ അറിവ് മാത്രമല്ല, ഭരണത്തിൻ്റെ ഉന്നതങ്ങളിൽ ഇരിക്കുന്നവരുടെ അറിവോടുകൂടിയാണ് ഇതൊക്കെ നടക്കുന്നത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയില്ല എന്ന് പറഞ്ഞ മുൻ മന്ത്രി, ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, അദ്ദേഹവുമായിട്ടിരിക്കുന്ന നിരവധി ഫോട്ടോകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മാത്രമല്ല, താങ്കൾക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു ഇമെയിൽ സന്ദേശവും അയച്ചിട്ടുണ്ടല്ലോ. അയ്യപ്പൻ്റെ സ്വർണം വെച്ച്, ബാക്കി വന്ന സ്വർണം വെച്ച് കല്യാണം നടത്തണം, അതിന് അനുമതി തേടിക്കൊണ്ടാണ് ഈ ഇമെയിൽ അയച്ചത്. അപ്പോൾ ഒരുപക്ഷെ താങ്കൾക്കും അടുപ്പമുള്ള ആളായിരിക്കാം ഉണ്ണികൃഷ്ണൻ പോറ്റി. ഇതൊക്കെ സംശയിക്കുന്നവരെ കുറ്റം പറയാൻ പറ്റുമോ ശ്രീവാസു? ഞാനതിന് ഉത്തരം പറയാമോ? എനിക്ക് പറയാമല്ലോ. യെസ്. അതിൽ ഞാൻ ആദ്യമായിട്ട് പറയുകയാണ്, ശ്രീ അനിൽ നമ്പ്യാർ ഉന്നയിച്ച ഒരു സംശയം. ശ്രീ ഉണ്ണികൃഷ്ണൻ പോറ്റി ഞാനുമായിട്ടെന്തോ അടുപ്പമുള്ള ആളാണെന്ന്. അങ്ങനെ അടുപ്പമില്ല, ഞാൻ പറയുന്നത് വിശ്വസിക്കുക. പക്ഷേ എനിക്ക് അയാളെ അറിയാം. ശബരിമലയിൽ പല ഫംഗ്ഷനും അയാൾ വന്നിട്ടുണ്ട്. ശബരിമലയിൽ പിന്നെ അതുപോലെ ദേവസ്വം ബോർഡിൽ പല കാര്യങ്ങൾക്ക് അവിടെ വന്ന് കറങ്ങി നടക്കുന്നിട്ടുണ്ട്. ഒരു കാര്യത്തിനും ഇയാൾ എന്നെ സമീപിച്ചിട്ടില്ല. ഞാനും ഇപ്പോൾ ഇവിടെ കാണുന്നത് പോലെ എൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ പോലും അയാൾ വന്നിട്ടില്ല. യാതൊരു പരിചയവുമില്ല. അത്തരത്തിൽ അറിയാവുന്നുള്ളതല്ലാതെ. ഞാൻ ആദ്യം അത് പറയുക. പിന്നെ മറ്റൊന്ന്, ഈ മെയിലിൻ്റെ കാര്യം, അത് ചോദിച്ചത് കാര്യമായി. കാരണം ഞാൻ അത് വിശദീകരിക്കേണ്ട ഒരു കാര്യമാണ്. ഈ മെയിൽ വന്നത് എനിക്കത് വിശദീകരിക്കാൻ സമയം തരണം, ദയവ് ചെയ്ത് അതിനിടയ്ക്ക് ഇടപെടരുത്. 2019 ഡിസംബർ 9 ഈ മെയിൽ കിട്ടുന്നത്. അതായത് ഞാൻ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായി ഒരു മാസം ആയിട്ടില്ല, ഒരു 3 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് ഒരു മെയിൽ കിട്ടുന്നത്. ഞാൻ അതിൻ്റെ കണ്ടൻറ്റ് ഒന്ന് വായിക്കുക. I am respected sir, I am Unnikrishan Potti residing in Bangalore. I would like to inform you that I have some gold balance in my hand after finishing the gold work of Shabarimala Sanctum Sanctorum main door and Dwarapalagis. I would like to use it for a girl's marriage who needs support and genuine in coordination with the Travancore Devaswam Board. Please give your valuable opinion in this regard. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളുടെ പണി കഴിഞ്ഞിട്ട് അയാളുടെ കയ്യിൽ കുറേ സ്വർണം അവശേഷിക്കുന്നുണ്ട്. ആ സ്വർണം ഉപയോഗിച്ച് ഒരു നിർധനയായ യുവതിയുടെ വിവാഹം ദേവസ്വം ബോർഡുമായി സഹകരിച്ച്, അതിന് എംഫസിസ് കൊടുക്കുകയാണ്, അത് ശ്രദ്ധിക്കണം, ദേവസ്വം ബോർഡുമായി സഹകരിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതിൽ താങ്കളുടെ അഭിപ്രായം അറിയിക്കണം. ഇതാണ് ഇത്. ഒരു പെർമിഷനല്ല ചോദിച്ചേക്കുന്നത്, അഭിപ്രായം അറിയിക്കണം. മറ്റൊന്ന്, ഈ ഗോൾഡ് ഇതെന്നാണ്? 2019 ഡിസംബർ 9. ഈ സ്വർണ്ണ വിവാദം ഒന്നും അന്ന് നിലവിലില്ല. അന്നെന്നല്ല, ഒരു 1.5 മാസത്തിന് മുമ്പ് പോലും ഇത്തരം കാര്യങ്ങൾ, ഇത്തരം ഒരു ചർച്ച നമ്മുടെ സമൂഹത്തിലോ മീഡിയയിലോ എവിടെയും വന്നിട്ടില്ല. അന്ന് ദ്വാരപാലക ശില്പത്തിൽ സ്വർണം പൊതിഞ്ഞതിന് ബാക്കി അതല്ലെങ്കിൽ അതിൽ നിന്ന് അയാൾ സ്വർണം അപഹരിച്ച് കൊണ്ടുപോയി എന്നുള്ള യാതൊരു ആരോപണവും അന്ന് ഒരു ഭാഗത്തുനിന്നുമില്ല, എൻ്റെ ശ്രദ്ധയിലും വന്നിട്ടില്ല. അപ്പോൾ ഇപ്പോഴെന്താണ് ഇത്? ഇയാൾ ഉത്തമ വിശ്വാസത്തോടു കൂടി തന്ന ഒരു മെയിലാണ്, ഒരു കത്താണ് എന്ന് മാത്രമേ എനിക്ക് അന്ന് കരുതാൻ കഴിയുള്ളൂ. യാതൊരു സാഹചര്യവും അന്നില്ല. അന്നത്തെ കാര്യമാണ് പറയുന്നത്. അതായത് 19 ഇല്ല, ഞാൻ പറഞ്ഞോട്ടെ. അപ്പോൾ ഇങ്ങനൊരു കത്ത് വന്നാൽ, ഒരു മെയിലാണ്, എനിക്കവിടെ വലിച്ചീർക്കളയാനൊക്കത്തില്ല, മടക്കി വെക്കാനൊക്കത്തില്ല. അതിന് ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥരുടെ അഭിപ്രായം അറിയിക്കണമെന്ന് ഞാൻ എഴുതി. സ്വർണം എങ്ങനെ ബാക്കി വന്നു, ഏത് തരത്തിലുള്ളതാണ് എന്നൊക്കെ അറിയിക്കേണ്ട ഉദ്യോഗസ്ഥരുണ്ട്. കാരണം എനിക്കറിയത്തില്ല ഇത്. ഞാൻ പറഞ്ഞല്ലോ, ഇക്കാലത്ത് ഞാനുണ്ടായിരുന്നില്ല, എനിക്കതുമായിട്ട് ഒരു ബന്ധവുമില്ല. മാത്രമല്ല, ഈ സ്വർണത്തിൻ്റെയും ഒക്കെ കണക്കൊന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റും പരിശോധിക്കേണ്ട കാര്യമില്ല. അതിന് പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥന്മാരുണ്ട്, ചുമതലപ്പെടുത്തിയ ആളുകൾ. എന്തെങ്കിലും പരാതി വന്നാൽ പരിശോധിക്കണമെന്നല്ലാതെ മറ്റ് തരത്തിൽ സാധാരണ നിലയിൽ പരിശോധിക്കത്തില്ല. ഈ 2 ഉദ്യോഗസ്ഥന്മാരുടെയും എനിക്ക് തോന്നുന്നത് താങ്കൾക്കത് കിട്ടിക്കാണും, എൻ്റെ മെയിലും അതിൽ ഞാൻ എഴുതിയ കാര്യങ്ങളും.
വളരെ ഉത്തമ വിശ്വാസത്തോടുകൂടി കൈകാര്യം ചെയ്ത ഒരു വിഷയമായത്. അല്ല, ഫർദർ എന്ത് നടപടി ഉണ്ടായി എന്നുള്ളതാണ്. ശബരിമല എന്നിവരുടെ അഭിപ്രായം വാങ്ങണം. ഒരു റിപ്പോർട്ട് പോലും അല്ല ഞാൻ പറയട്ടെ, ആ അഭിപ്രായം വാങ്ങണം. അതിനുശേഷം ഞാൻ ആ ഫയൽ ഇപ്പോൾ പരിശോധിച്ചപ്പോൾ ഇത് അയാളുടെ വർക്ക് തൃപ്തികരമായി ചെയ്തു, അന്നത്തെ കാര്യമാണ് തൃപ്തികരമായി ചെയ്തു. ബാക്കി സ്വർണം ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നതിൽ തടസ്സമില്ല, അതിനോട് നമ്മൾ സഹകരിക്കുന്നതിന് തടസ്സമില്ല എന്നുള്ള റിപ്പോർട്ടാണ് അന്ന് വന്നത്. പക്ഷേ അത് വെച്ചിട്ട് ബോർഡ് അയാളോട് ആവശ്യപ്പെട്ടു, നിങ്ങൾ എന്ത് സഹകരണമാണ് ദേവസ്വം ബോർഡിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്ന് അയാളോട് ചോദിച്ചു. അതിന് ഒരു മറുപടിയും വന്നില്ല. ആ ഫയൽ അങ്ങനെ അവിടെ അവസാനിച്ചു. ആ ഈവൻ്റ് തന്നെ നടന്നതായിട്ട് ദേവസ്വം ബോർഡ് അറിഞ്ഞോ അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞോ, ഞാൻ പങ്കെടുത്തോ, അങ്ങനെ ഒരു അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ സ്വർണം, ബാക്കി വന്ന സ്വർണ്ണമാണല്ലോ കല്യാണത്തിന്, ഒരു നിർധനയായിട്ടുള്ള പെൺകുട്ടിയുടെ കല്യാണത്തിന് ഉപയോഗിക്കട്ടെ എന്ന് ചോദിച്ചത്. അപ്പോൾ ദേവസ്വം ബോർഡിനോട് അങ്ങനെ ചോദിക്കേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് ദേവസ്വത്തിൻ്റെ സ്വത്തായതുകൊണ്ടാണോ ചോദിച്ചതെന്ന് അറിയില്ല. അത് താങ്കളാണ് ക്ലാരിഫൈ ചെയ്യേണ്ടത്. പിന്നെ ഈ അതായത് ഇദ്ദേഹം പിന്നീട് ഒരു മിനിറ്റ്, ഇദ്ദേഹം ആ ഫയൽ അവിടെ ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ അവശേഷിച്ച സ്വർണം തിരിച്ച് ദേവസ്വം ബോർഡിനെ ഏൽപ്പിച്ചിട്ടുണ്ടോ ശ്രീ വാസു? ഇല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ ആദ്യമേ പറഞ്ഞു, ഇത് 2019 ഡിസംബർ 9-നാണ്. അന്ന് ഇത് ദേവസ്വത്തിൻ്റെ പറഞ്ഞോളൂ. ഇത് ദേവസ്വത്തിൻ്റെ സ്വർണമാണെന്നൊരു നിഗമനത്തിൽ അന്ന് എത്താൻ കഴിയില്ല. കാരണം അത്തരം ഒരു ചർച്ചയും അത്തരം ഒരു വിവരവും അല്ലെങ്കിൽ അത്തരം ഒരു ആക്ഷേപവും എങ്ങും ഉണ്ടായിട്ടില്ല. അപ്പോൾ അയാൾ ദ്വാരപാലക ശില്പങ്ങളുടെ പണി അയാളുടെ സ്വന്തം സ്വർണം എടുത്ത് അല്ലെങ്കിൽ സ്വന്തം പണം ഉപയോഗിച്ച് സ്വർണം വാങ്ങി ദ്വാരപാലക ശില്പങ്ങളുടെ പണി ചെയ്യാമെന്നാണ് അയാളവിടെ ദേവസ്വം ബോർഡുമായിട്ട് ആ പണി തൃപ്തികരമാണോ എന്നൊക്കെ നോക്കേണ്ടതൊക്കെ ഉദ്യോഗസ്ഥന്മാരാണ്. അങ്ങനെ അനുമതിയല്ല. അവിടെയാണ് പ്രിയപ്പെട്ട ശ്രീ അനിൽ നമ്പ്യാർ ശ്രദ്ധിക്കേണ്ടത്. അനുമതി ചോദിച്ചിട്ടില്ല. ഞാനതാണ് വായിച്ചത്. പ്ലീസ് ഗീവ് യുവർ വാല്യുബിൾ ഒപ്പീനിയൻ ഇൻ ദിസ് റിഗാർഡ്. എന്നിട്ട് അതിൻ്റെ മേളിൽ ഈ ഈവൻ്റ് ഇൻ കോർഡിനേഷൻ വിത്ത് ട്രാവൻകൂർ ദേവസ്വം ബോർഡ്. ഇപ്പോൾ പല സംഘടനകളും ഇപ്പോൾ ജനൻ TV ഏതെങ്കിലും പിന്നെ പ്രത്യേക സ്ഥാപനവുമായിട്ട് ചേർന്ന് ഒരു ഈവൻ്റ് നടത്തുന്നു എന്ന് പറഞ്ഞതുപോലെ ആയിരിക്കാം അയാൾ ഉദ്ദേശിച്ചത്. ദേവസ്വം ബോർഡിലെ ഒരു സ്പോൺസർ എന്നുള്ള നിലയിൽ ദേവസ്വം ബോർഡിൻ്റെ കൂടി സഹകരണം ഉണ്ടെങ്കിൽ അത് അയാൾക്ക് ഒരു ക്രെഡിറ്റ് ആയിട്ട് അയാൾ കണ്ടിട്ടുണ്ടാകാം. അങ്ങനെ ഇൻ കോർഡിനേഷൻ വിത്ത് ട്രാവൻകൂർ ദേവസ്വം ബോർഡ്, അത് പിന്നെ പ്രത്യേകം നോട്ട് ചെയ്യണമെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ദേവസ്വം ബോർഡുമായിട്ട് സഹകരിച്ച് ഈ ഈവൻ്റ് നടത്തണം എന്നുള്ള ആഗ്രഹമാണ് ഈ കത്തിലൂടെ അയാൾ പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഇത് ഇന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ കൈകാര്യം ചെയ്തത് ഈ രൂപത്തിലായിരിക്കത്തില്ല. നമ്മൾ ആരും ഇത് അന്നാണ്. ഇതിനെപ്പറ്റി ഒരു ഡൗട്ടോ അല്ലെങ്കിൽ ഒരാരോപണമോ ഇല്ലാതിരുന്ന ഒരു സന്ദർഭത്തിലാണ് ഇത് വരുന്നത്. ഇയാൾ ഉത്തമ വിശ്വാസത്തോടുകൂടി വരുന്ന ഒരാളാണെന്ന് അന്ന് ധരിക്കാൻ കഴിയുള്ളൂ. എന്നിട്ടും ഞാനിതിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ അഭിപ്രായം വാങ്ങാനാണ് എഴുതിയത്, അല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. അത് തിരുവാഭരണം കമ്മീഷനാണ് ഇതിൻ്റെ കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥൻ. ഇനി ഇത് മറ്റെന്തെങ്കിലും ക്രമവിരുദ്ധമായ രീതിയിലാണ് ഈ സ്വർണം ഉള്ളതെങ്കിലും പറയേണ്ടത് തിരുവാഭരണം കമ്മീഷനാണ്. കാരണം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയുന്നില്ല ഇത്. അങ്ങനെ ഏത് തപാലും ഏത് കറസ്പോണ്ടൻസും ഒരു ഓഫീസിൽ കൈകാര്യം ചെയ്യേണ്ട അതേ രീതിയിലാണ്. ഞാൻ ഒന്നുകൂടി പറയുകയാണ്, അതിൽ പെർമിഷൻ അല്ല ചോദിച്ചത്, അഭിപ്രായമാണ് ചോദിച്ചത്. എന്തിനു ചോദിച്ചു? ദേവസ്വം ബോർഡുമായിട്ട് സഹകരിച്ച് ഇത് ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അയാളുടെ ഭാഗമല്ല പറയുന്നത്, ഞാൻ ഈ കത്തിലൂടെ അയാൾ പ്രകടിപ്പിച്ച കാര്യമാണ് പറയുന്നത്. പിന്നീട് അടുത്ത സമീപകാലത്ത് അയാളെ സംബന്ധിച്ച് ഒരുപാട് ആക്ഷേപങ്ങൾ വന്നു. അതാണ് ഇപ്പോൾ അന്വേഷണ വിധേയമായിട്ടുള്ളത്. ഒരു ഷെയ്ഡി ക്യാരക്ടറാണ് അയാളെന്നുള്ള ഒരു 2019 ദ്വാരപാലക ശില്പങ്ങൾ അടിച്ചുകൊണ്ട് പോയി വിറ്റ ആ വ്യക്തിയെ തന്നെയാണ് 2025 വീണ്ടും ദേവസ്വം ബോർഡ് സ്വീകരിച്ച് ആനയിച്ച് മറ്റൊരു പ്രവൃത്തി കൊടുക്കുന്നത്. അപ്പോൾ നോക്കൂ, അവിടെ കൊടുക്കൽ വാങ്ങലുകൾ എന്തൊക്കെയോ നടന്നിട്ടുണ്ട് എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്.